إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن تطوع خيرا فإن الله شاكر عليم സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അവന് വെളിച്ചം നൽകുന്നൊരു ഇബാദത്താണ് നമസ്കാരമെന്ന ഇബാദത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഇബാദത്ത്. 5 നേരത്തെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ സന്ദർഭത്തിൽ നമ്മൾ അശ്രദ്ധമായി പോകുന്ന ചില നമസ്കാരങ്ങളുണ്ട്. ആ നമസ്കാരങ്ങളെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്? അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ് എന്നാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ പഠിക്കുന്നത്. ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നമസ്കാരങ്ങളാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. സലാത്തു സുന്ന, സലാത്തു തതവ്വു, സലാത്തു നാഫില, ഈ പേരുകളിലൊക്കെയാണ് സുന്നത്ത് നമസ്കാരങ്ങൾ അറിയപ്പെടുന്നത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച് പറയുന്നത് ലളിതമായൊരു നിർവചനം. ഫഇന്ന സ്വലാത്ത തതവ്വുഇ ഹിയ സ്വലവാത്തു സായിദ അലൽ ഫുറൂദിൽ ഖംസ. 5 വക്ത് നമസ്കാരങ്ങൾക്ക് പുറമേയുള്ള ഏത് നമസ്കാരങ്ങൾക്കും പറയുന്ന പേരാണ് സ്വലാത്തു തതവ്വു, സ്വലാത്തു നാഫില, സ്വലാത്തു സുന്ന. ഈ നമസ്കാരങ്ങൾ നിർബന്ധമായതുണ്ട്, ശക്തമായ സുന്നത്തായതുണ്ട്, സുന്നത്തായതുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ തട്ടുകളിലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് തെളിവ് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ തതവ്വഅ ഖൈറൻ,
ആരെങ്കിലും നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമെ അധികമായി ആരെങ്കിലും ഒരു ഖൈർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അതറിയുന്നവനും അത് നന്ദിപൂർവം സ്വീകരിക്കുന്നവനുമാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നു, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐച്ഛികമായ കർമ്മങ്ങളെക്കുറിച്ചാണ്. ഐച്ഛികമായ നമസ്കാരം, ഐച്ഛികമായ നോമ്പുകൾ, ഐച്ഛികമായ സകാത്ത്, ഇതിനെക്കുറിച്ചൊക്കെയാണ്, സ്വതക്കകൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പരാമർശിച്ചത് എന്ന് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നജിദിൽ നിന്നൊരു കൂട്ടം ആളുകൾ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചു. നബിയെ, ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഇസ്ലാമിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല. ഷഹാദത്ത് കലിമ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് രാത്രിയും പകലുമായി 5 നേരത്തെ നമസ്കാരമുണ്ട്. വീണ്ടും ആ സ്വഹാബിമാർ ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹ, അതല്ലാത്ത വല്ല നമസ്കാരവും ഞങ്ങൾക്ക് നിർബന്ധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അൻ തതവ്വ, നീ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴികെ. അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് അധികമായി ചെയ്യുന്ന നമസ്കാരങ്ങളാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് അധികമായി ചെയ്യുന്ന നോമ്പാണ് സുന്നത്ത് നോമ്പുകൾ. നമ്മൾ ഇഷ്ടപ്പെട്ട് അധികമായി ചെയ്യുന്ന സ്വതക്കകളാണ് സാധാരണ നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ എന്നാണ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്തിൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുന്നത്ത് നമസ്കാരങ്ങൾ 2 വിധമുണ്ട്. ഒന്ന് അത്തതവ്വുൽ മുത്ലഖ്, അത്തതവ്വുൽ മുഖയ്യദ് എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ എണ്ണം നിശ്ചയിച്ച നമസ്കാരം. അതേപോലെ തന്നെ നിശ്ചിതമായ എണ്ണം നിശ്ചയിക്കാത്ത സുന്നത്ത് നമസ്കാരം. ചില സുന്നത്ത് നമസ്കാരങ്ങൾക്ക് എണ്ണം നിശ്ചയിച്ചിട്ടുണ്ടാവുകയില്ല, അത് എത്രയും നമുക്ക് നമസ്കരിക്കാം. എന്നാൽ ചില സുന്നത്ത് നമസ്കാരങ്ങൾക്ക് എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ എണ്ണത്തിനനുസരിച്ചാണ്, ആ സമയത്ത് മാത്രമാണ് അത് നിർവഹിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ 2 വിധത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഈ കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി സുന്നത്ത് നമസ്കാരത്തിന്റെ ഫളില് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നാളെ പരലോകത്ത് ആദ്യമായി ഒരു മനുഷ്യന്റെ കർമ്മം വിചാരണ ചെയ്യുമ്പോൾ അത് നമസ്കാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാളുടെ നമസ്കാരം പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഫഇൻ അതമ്മഹ, അയാളുടെ നിസ്കാരം പൂർണ്ണമായ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്നതുപോലെ അയാൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, കുത്തിബത്ത് ലഹു താമ്മ, അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലം രേഖപ്പെടുത്തുക. വഇൻ ലം യകുൻ അതമ്മഹ, അയാളുടെ നമസ്കാരത്തിൽ പൂർണ്ണതക്ക് വല്ല കുറവും സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഉൻദുറു ഹൽ അബ്ദി മിൻ തതവ്വുഇൻ, ഫർള് നമസ്കാരങ്ങളിൽ ന്യൂനത സംഭവിച്ച ഈ വ്യക്തിക്ക് വല്ല ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കുക. മലക്കുകളോട് പറയും വിചാരണ വേളയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്, ഫഅക്മിലു ബിഹാ ഫരീളതഹു മിൻ തതവ്വുഇഹി, അയാളുടെ ഫർളിൽ വന്ന ന്യൂനതകൾ അയാളുടെ സുന്നത്ത് നമസ്കാരങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ പരിഹരിക്കുക എന്ന് മലക്കുകളോട് പറയും. നമുക്ക് ഫർള് നിസ്കരിച്ചെന്നെ സലാം വീട്ടാൻ സമയമില്ല, ഓടുകയാണ്. പിന്നെ എവിടുന്നാ സുന്നത്ത് നിസ്കരിക്കാൻ സമയം? ഒരു ദിക്ർ ചൊല്ലാൻ പോലും ആർക്ക് സമയമില്ല, പിന്നെ എവിടുന്നാ സുന്നത്ത് നിസ്കരിക്കാൻ സമയം? ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ചെന്നിട്ട് നമ്മുടെ ഫർളിനെ പരിശോധിക്കുമ്പോൾ ന്യൂനതകൾ വരുമ്പോൾ ആ ന്യൂനതകൾ പരിഹരിക്കാൻ അള്ളാഹ് നിശ്ചയിച്ച സംവിധാനമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. ഈ സുന്നത്ത് നമസ്കാരം ഉണ്ടെങ്കിലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അത് ഗൗരവതരമായൊരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിച്ചു, രാത്രി താമസിച്ചു. അങ്ങനെ ഫഅതൈതുഹു ബിവളൂഇഹി, ഒളു എടുക്കാനുള്ള വെള്ളവും
അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുകൊടുക്കും. അവൻ നബിതങ്ങൾ എന്നോട് പറയും, സെൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ കിട്ടിയ അവസരം റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം എന്താ അറിയോ? നബിയെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് ദുനിയാവിലുള്ള ഒന്നും വേണ്ട, സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം, അതല്ലാത്ത എനിക്ക് വേറൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹ്. നബിയെ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം, അതല്ലാത്ത വേറെ ഒന്നും എനിക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ ഗൈറ ദാലിക്, അതല്ലാത്ത വല്ലതും നിനക്ക് ചോദിക്കാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഹുവദാക്, നബിയെ, എനിക്ക് അതല്ലാത്ത വേറൊന്നും വേണ്ട, എനിക്കത് മാത്രം മതി. സ്വർഗം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു സ്വഹാബത്തിന്റെ ചരിത്രം. അവർ ഇരുണ്ട ആകാശത്തിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്, നമ്മുടെ മാതൃകകളാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവര് പറയാണ്, നബിയെ, അതല്ലാത്തൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എങ്കിൽ ഫഅഇന്നി അലാ നഫ്സിക് ബികസറത്തി സുജൂദ്, എങ്കിൽ നിന്നെ നീ സഹായിക്കണം സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട്. നിനക്കത് കിട്ടണോ എങ്കിൽ സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിന്നെ ആ സ്വർഗത്തിന്റെ വലിയ സ്ഥാനത്തെത്തിക്കാൻ നിന്നെ നീ സഹായിക്കണം, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട്. സുജൂദുകൾ അധികരിപ്പിക്കുക എന്നതിന് ശാരീഹിങ്ങൾ പറഞ്ഞെന്തറിയോ? സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട്. നമ്മളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഫർള് തന്നെ നിസ്കരിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. റമദാൻ കഴിഞ്ഞു, ബലിപെരുന്നാൾ കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു, എല്ലാ നന്മകളും നമ്മളിലുണ്ട്. 5 നേരത്തെ നമസ്കാരം കൃത്യസമയത്ത് ജമാഅത്തായിട്ട് നിർവഹിക്കാൻ പറ്റിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നമ്മളൊരു ആത്മവിശകലനം, ഒരു ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. സുബഹി ജമാഅത്തിന് നമ്മൾ പള്ളിയിലുണ്ടോ? സുബഹിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നുണ്ടല്ലോ. ജമാഅത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. സുബഹിക്ക് നമ്മൾ പള്ളിയിലുണ്ടോ? ഇശാഇന് നമ്മൾ പള്ളിയിലുണ്ടോ? ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് നമ്മൾ പള്ളിയിലുണ്ടോ? ഫർള് നമുക്ക് ശരിയായിട്ടില്ല, പിന്നെ എങ്ങനെയാ സുന്നത്ത്? ഗൗരവതരമാണ്. ഫർള് നമുക്കുണ്ടാകണം, അതിൻ്റെ പരിഹാരമായി പഠിപ്പിച്ചു തന്ന സുന്നത്ത് നമുക്കുണ്ടാകണം, എല്ലാ നന്മകളിലും നമ്മൾ ഉണ്ടാകണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, അഖ്ബിറനി ഹിബ്ബി അബുൽ ഖാസിം. എന്താ പറഞ്ഞത്? എന്റെ ഹിബ്ബ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവൻ, നമ്മൾ പറയില്ല എന്റെ കരളിന്റെ കഷ്ണം, മുഹമ്മദ് മുസ്തഫ അബുൽ ഖാസിം. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? മാമിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജദതൻ, പടച്ചോന്റെ മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്താൽ, ഒരു സുജൂദ് ചെയ്താൽ, ഇല്ലാ റഫഅഹുല്ലാഹു ബിഹാ ദറജ, നാളെ പരലോകത്ത് അവന് ഒരു ദറജ പടച്ചോൻ കൊടുക്കും. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എത്ര സുജൂദുണ്ട്? 4 സുജൂദുണ്ട്, 4 ദറജ. നിങ്ങൾ ആലോചിച്ചു, 17 വട്ടം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ചു, 5 നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തി എത്ര സുജൂദ് ചെയ്യുന്നുണ്ട്? അത്ര സ്വർഗത്തിൽ ദർജ കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഹത്ത അൻഹു ബിഹാ ഖതീഅ, അത്രയും പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. വലഹു ബിഹാ ഹസന, അതൊക്കെയും അവന് നന്മയായി രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം. തീർന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതു അലൈഹി. ഒരു മനുഷ്യനും പടച്ചോനും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് നിർബന്ധമായ കർമ്മങ്ങളിലൂടെയാണ്. നമ്മളും പടച്ചോനും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് നിർബന്ധ കർമ്മങ്ങളിലൂടെയാണ്. ഇനി അടുത്ത വാചകം എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. ഒരു മനുഷ്യൻ അവൻ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുന്നത് ഐച്ഛികമായ കർമ്മങ്ങളിലൂടെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരാൾ അല്ലാഹുവിലേക്ക് അടുത്താൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും. കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബി, പിന്നെ അവൻ കേൾക്കുന്ന ചെവി ഞാനാകും, പിന്നെ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, പിന്നെ അവൻ പിടിക്കുന്ന കൈ ഞാനാകും, പിന്നെ അവൻ നടക്കുന്ന കാല് ഞാനാകും. എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടമില്ലാത്തൊന്നും അവൻ കേൾക്കൂല, എനിക്കിഷ്ടമില്ലാത്തൊന്നും അവൻ വാങ്ങൂല, എനിക്കിഷ്ടമില്ലാത്തൊന്നും അവൻ കൊടുക്കൂല, എനിക്കിഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊന്നും അവൻ പോകൂല. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെ അവസാനം പറഞ്ഞ വാചകം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, വഇൻ സഅലനി ലഉഅതിയന്നഹു, അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും.
സുബ്ഹാനല്ലാഹ്, അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. വല ഇനിസ്തആദനി ലഉഈദന്ന, അവൻ എന്നോട് എന്ത് രക്ഷ ചോദിച്ചാലും ഞാൻ അവനെ രക്ഷ കൊടുക്കും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചൊരു 17-18 വയസ്സുള്ളൊരു മോൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ, പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകനാണ്, ഒന്നുമില്ല. തലേ ദിവസം വളരെ ജാഗരൂകനായ പ്രവർത്തനങ്ങളിൽ, എല്ലാ പ്രവർത്തനങ്ങളിലും കർമ്മനിരതമായി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ചെറിയൊരു തലവേദന വന്നു, ഹോസ്പിറ്റലിലെത്തി, തലച്ചോറിൽ ബ്ലീഡിംഗ് ആണ്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വെന്റിലേറ്ററിലേക്ക് മാറ്റി. അടുത്ത ദിവസം കേൾക്കുന്ന എന്താണ്? മരിച്ചു. അതിൻ്റെ തൊട്ട് തലേ ദിവസം 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്മോന് വേണ്ടി നമ്മളെല്ലാവരും പിരിച്ചു. നാട് മുഴുവൻ ഒന്നിച്ചു നിന്നു. ആ മോനെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒക്കെ പടച്ചോന്റെ കയ്യിലാണ്. ഞാൻ പറയണെന്താ അറിയോ, നമ്മളൊക്കെ തളർന്നു പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്, വീണു പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്, മനസ്സ് പതറിപ്പോകുന്നൊരു ഘട്ടമുണ്ട്. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന അറിയോ, പടച്ചോനോട് എന്ത് പറഞ്ഞാലും എനിക്ക് ഉത്തരം കിട്ടണം, എൻ്റെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കണം എന്ന് വിചാരിക്കുന്ന ചില പ്രാർത്ഥനകൾ നമുക്കുണ്ട്, ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് പടച്ചോൻ നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമുക്ക് നിസ്കാരമുണ്ടോ, സുന്നത്ത് നിസ്കാരമുണ്ടോ, ഐച്ഛിക നിസ്കാരമുണ്ടോ, ഇതൊക്കെ ഉള്ള മനുഷ്യനാണെങ്കിൽ അവനെന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. ഞാൻ പറഞ്ഞതല്ല, ജീവിതത്തിൽ ഇന്നുവരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് ഐച്ഛിക നമസ്കാരത്തിന്റെ വിഷയത്തിൽ, സുന്നത്ത നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടെ ശ്രദ്ധ പുലർത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സുന്നത്ത് നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠത, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പ്രമാണബദ്ധമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, റവാത്ത് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുൻ മുഅക്കദ, ശക്തമായ സുന്നത്ത് നമസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ. റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഫർളിന്റെ മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരാൾക്ക് സ്വർഗം കിട്ടാൻ, സ്വർഗത്തിലൊരു വീട് കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ കർമ്മമാണ് ഈ നമസ്കാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റകഅ. ഒരാൾ 12 റക്അത്ത് റവാത്തിബ് നമസ്കാരം പതിവായിട്ട് നിർവഹിച്ചാൽ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കണം, അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റവാത്തിബ് സുന്നത്തുകൾ എളുപ്പമാണ്, 12. അർബഅൻ ഖബില ളുഹരി, ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, പിന്നെ സുബഹിയുടെ മുമ്പ് 2. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ പ്രധാനമായ റവാത്തിബ് സുന്നത്തുകൾ. ഈ റവാത്തിബ് സുന്നത്തുകളെ ആരെങ്കിലും പതിവായി നിർവഹിച്ചാൽ അവന് സ്വർഗത്തിലൊരു വീടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റവാത്തിബ് സുന്നത്തുകളുടെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനമാണ് സുബഹിയുടെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത്, 2 റക്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ള എന്തൊക്കെ ഉണ്ടോ, ഗുണങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടോ, അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് നിങ്ങൾ നിസ്കരിക്കുന്ന സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ അടുത്ത് നിന്നിട്ട് പറയാണ്, അള്ളാഹിന്റെ റസൂല് സഹാബികളോട് പറയാണ്, ഈ ഖബർ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നമ്മൾ ദുനിയാവിലെ എല്ലാ ആസ്വാദനങ്ങളും സൗകര്യങ്ങളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കി ഇങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ. എന്നാൽ ഈ ഖബർ കിടക്കുന്ന മനുഷ്യൻ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? വീടിന് ഒരു നിലയേ ഉള്ളൂ, രണ്ടാമത്തെ നില ഉയർത്തണം. കാറിപ്പോൾ ചെറിയ കാറാണ്, ഒരു വലിയ കാറാക്കണം. എല്ലാം വലുതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്നാൽ ഈ ഖബർ കിടക്കുന്ന മനുഷ്യൻ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? ഒരു 2 റക്അത്ത് സുന്നത്തെങ്കിലും, ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരെങ്കിലും എനിക്ക് അധികമുണ്ടായിരുന്നുവെങ്കിലെന്ന് ഈ ഖബർ കിടക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഒരിക്കലും ഫുളൈൽ ഇബ്നു ഇയാദ് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, ഖബർ കിടക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങളും നിസ്കരിക്കാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്ര മഹത്തരമാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം, ഫർള് നിസ്കാരത്തിന്റെ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. ആ നിസ്കാരം നമ്മളിലുണ്ടോ? ഒരു സംശയവുമില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ നീചവൃത്തികളിൽ നിന്നും തോന്നിയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? അഡിക്ഷനുകളാണ്. അതിലേറ്റവും പ്രധാനം 40+ 40 കഴിഞ്ഞ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? പല ഭാര്യമാരുടെ പരാതി എന്താ അറിയോ? ഭർത്താവിന് ഞങ്ങളോട് സംസാരിക്കാനും ഇടപെടാനൊന്നും സമയമില്ല. 24 മണിക്കൂറിൽ ഏകദേശം 10-12 മണിക്കൂർ മൊബൈലാണ്. ആ മൊബൈലിൽ മണിക്കൂറുകളോളം വൃത്തികെട്ട ഫിലിമുകൾ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഇത് വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർക്കുള്ള പരാതിയാണ്. ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ പറയണെന്ന് വെച്ചാൽ എല്ലാ വൃത്തികേടുകളിൽ നിന്നും മാറി നിൽക്കാൻ, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പടച്ചോ നമുക്ക് തരുന്നൊരു പ്രൊട്ടക്ഷനാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ റെഡിയാക്കണം. ഫർളിന്റെ പുറമെയുള്ള ഐച്ഛികമായ നമസ്കാരവും നമ്മൾ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും, അതുവഴി നാളെ പരലോകത്ത് പ്രവാചകന്റെ സാമീപ്യം ലഭിക്കാനും, അതുവഴി സ്വർഗത്തിലൊരു വീട് കിട്ടുന്ന സൗഭാഗ്യവന്മാരിൽ ഉൾപ്പെടാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകളിലും മത്സരിക്കുവാൻ നമുക്ക് ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. പലരും ഇന്ന് ആതുരാലയങ്ങളിൽ ചികിത്സകളിലാണ്. അവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും, എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ജീവിക്കാനും, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും, ആ കലിമ ചൊല്ലി മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് വലിയ ദറജ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് ചുരിയുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ അള്ളാഹു ബറക്കത്തും റഹ്മത്തും ചുരിയുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.